ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 1 സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ചോദ്യം എന്നുള്ളതും എന്താണ് അതിൻ്റെ ഉത്തരം എന്നുള്ളതും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. നമ്മളിതിന് തൊട്ട് മുമ്പത്തെ ചോദ്യം ചെയ്തു, അത് റോസ്റ്റർ ഫോമിൽ എഴുതാനായിരുന്നു. ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ. അത് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു നമ്മുടെ അടുത്ത ചോദ്യം റോസ്റ്റർ ഫോമിൽ നിന്നും സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതാനാണ്. അപ്പോൾ ഇവിടെ നോക്കി, നമുക്കൊരു 5 സെറ്റുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ 5 സെറ്റുകളെയും സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റണം. മാറ്റിയാലോ നമുക്ക്? നേരത്തെ നമ്മൾ റോസ്റ്റർ ഫോമിലോട്ട് മാറ്റി, ഇനി സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. ആദ്യം ഫസ്റ്റത്തെ എടുക്കാം. നമുക്ക് 3, 6, 9, 12. നമുക്കിതിനെ പല മെത്തേഡുകളിലാണ് വരിക കേട്ടോ. നമുക്കിത് ഏത് രീതിയിലാണ് എഴുതാൻ പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, നോക്കിയാൽ 3നെ നമുക്ക് ഫസ്റ്റ് നമുക്കിത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിലോട്ട് വരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണത്. 3 × 1 ആണ് 3, 3 × 2 ആണ് 6, 3 × 3 ആണ് 9, 3 × 4 ആണ് 12. അപ്പോൾ അടുത്തത് ഇതിനെ നമുക്ക് 3 കോൺസ്റ്റന്റ് ആണ് അല്ലേ. 3 കോൺസ്റ്റന്റ് ആണ്. 1 2 3 4 എന്ന് പറഞ്ഞാണ് പോകുന്നത്. 1 2 3 4നെ നമുക്ക് n എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് 3n എന്ന് കൊടുത്തൂടെ അല്ലേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 3n എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് അതിലൊരു എലമെന്റ് ആണ്, പക്ഷെ എക്സ് എന്താണ്? x = 3n. അതിൽ n എന്താണെന്നും കൂടി എഴുതണം. വേർ n ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ n. എന്താ ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ നമ്പർ അല്ലേ. 1 2 3 4 5 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നത്. പക്ഷെ എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ടോ? ഇല്ല. എവിടം വരെ ഉള്ളൂ? 1 മുതൽ 4 വരെ. ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, അങ്ങനെ. ഇനി ഇതിനെ വേറൊരു രീതിയിലും നമുക്ക് എഴുതാം. എക്സ് സെറ്റ് A = x സച്ച് ദാറ്റ് x ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇങ്ങനെയും പറയാം അല്ലേ. ഈ കൺസെപ്റ്റും കറക്റ്റ് അല്ലേ? നോക്കിയേ, 12നോട് തുല്യമായിട്ട് അല്ലെങ്കിൽ 12നേക്കാൾ കുറവായിട്ടുള്ള 3ൻ്റെ മൾട്ടിപ്പിള്. ഒരു 3 3, 2 3 6, 3 9, 4 3 12 വരെ കണ്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 കിട്ടിയോ? ഇനി രണ്ടാമത്തത് 2 4 8 16 32. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? 2ൻ്റെ പവേഴ്സ് ആണ്. വെരി ഗുഡ് അല്ലേ. 2 എന്ന് പറഞ്ഞാൽ 2⁻1 ആണ്. 4 എന്ന് പറഞ്ഞാൽ 2⁻2 ആണ്. 8 എന്ന് പറഞ്ഞാൽ 2⁻3 ആണ്. 16 എന്ന് പറഞ്ഞാൽ 2⁻4 ആണ്. 32 എന്ന് പറഞ്ഞാൽ 2⁻5 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ പറയാം? നിങ്ങളൊന്ന് പറഞ്ഞ് 2⁻n എന്ന് പറയാം. എന്ത് പറയാം? 2⁻n എന്ന് പറയാം. n എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. വേർ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 5 വരെയല്ലേ പറ്റുള്ളൂ. കണ്ട, 5 വരെയല്ലേ പറ്റുള്ളൂ. അപ്പൊ x സച്ച് ദാറ്റ് x = 2⁻n വേർ n ബിലോങ്സ് ടു n നാച്ചുറൽ നമ്പർ. ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 1 മുതൽ 5 വരെയാണ് നമ്മൾ n-ന്റെ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, അടുത്തത് 5 25 125 625. ഇതെങ്ങനെയാ? 5ൻ്റെ പവേഴ്സ് ആണ്. 5⁻1, 5 സ്ക്വയർ, 5 ക്യൂബ്, 5⁻4 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ 2ൻ്റെ എഴുതിയ പോലെ തന്നെ 5⁻n എന്ന് എഴുതി കൂടെ അല്ലേ. x സച്ച് ദാറ്റ് x = 5⁻n വേർ n ബിലോങ്സ് ടു n. n എവിടെ മുതൽ എവിടം വരെയാ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 4 വരെയല്ലേ n വരുന്നുള്ളൂ. ഓക്കെ അല്ലേ. നാലാമത്തത് 2 4 6 അല്ലേ. ഇത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 2 × 1 അല്ലേ, അല്ലെങ്കിൽ 2 × ഇതിന് ഞാൻ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഈവൻ നാച്ചുറൽ നമ്പർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിനെ വേറെ രീതിയിലും നമുക്ക് പറയാം. അതിവിടെ എഴുതിയിട്ടില്ല. 2നെ 2 × 1 2 ആണ്. 2 × 2 4 ആണ്. 2 × 3 6 ആണ്. അപ്പൊ 2 × n എന്ന് എഴുതി കൂടെ. വേർ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. n എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലായിരിക്കണം. അത്
അപ്പുറത്തേക്ക് ഇല്ല, എൻഡില്ല, അവസാനമല്ല കേട്ടോ. ഒന്നോ അല്ലെങ്കിൽ ഒന്നിനേക്കാൾ കൂടുതലോ ആയിരിക്കണം, അങ്ങനെയും എഴുതാം. ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള എന്താ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ആണ്, പക്ഷെ 1 2 3 4 5 എന്ന് പറഞ്ഞാലല്ല പോകുന്നത്, ഈവൻ നാച്ചുറൽ നമ്പർ ആണ്. 2 4 6 8 എന്ന് പറഞ്ഞാൽ അതിനൊരു അവസാനം ഉണ്ടോ, ഇല്ല, അതുകൊണ്ടാണ് എക്സെട്രയിൽ പോകുന്നുണ്ടോ. അഞ്ചാമത് 1 4 9 അപ് ടു 100, 1 4 9 അപ് ടു 100. ഇതിന് നമുക്ക് എങ്ങനെ പറയാം? 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9, 10ന്റെ സ്ക്വയർ ആണ് 100. ഓക്കെ, അപ്പോൾ എൻ സ്ക്വയർ എന്ന് പറഞ്ഞൂടെ, എൻ സ്ക്വയർ എന്ന് പറഞ്ഞൂടെ. എൻ എന്താണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 തൊട്ടുണ്ട് അല്ലേ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് വരും. ഓക്കെ, കണ്ടോ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ where n belongs to natural number and 1 less than or equal to n less than or equal to 10. ഇതിനെ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? എക്സ് സച്ച് ദാറ്റ്, ഇതിനെ പറയാ സച്ച് ദാറ്റ് എന്നാണ് കേട്ടോ. എക്സ് ഈസ് ദ പവർ ഓഫ് നാച്ചുറൽ നമ്പർ അപ് ടു 10. 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗം, 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗം അങ്ങനെയും പറയാം അല്ലെ. പവേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10, 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗം എന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പറ്റൂലേ?